ഹലോ, എല്ലാവർക്കും സിമ്പിൾ ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിതേ ഒരു സ്ഥലത്തേക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. നിങ്ങൾക്കിത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ. ഞങ്ങളിതേ ബിർമിംഗ്ഹാം പോവാണ് കേട്ടോ. ഞങ്ങൾ രാവിലെ 4-5 മണിക്കൊക്കെ എണീറ്റു. അത് കഴിഞ്ഞ് റെഡിയായി. ഇപ്പോൾ സമയം ഒരു 6:45 കേട്ടോ. ഇന്ന് ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ റോഡിലൊന്നും അത്ര തിരക്കൊന്നുമില്ല. നമ്മൾ ബസ് കാത്ത് നിൽക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് ഗോൾഡേഴ്സ് ഗ്രീനിൽ പോയിട്ട് വേണം നാഷണൽ എക്സ്പ്രസിൻ്റെ ബിർമിംഗ്ഹാം ബസ്സിലേക്ക് കയറാനായിട്ട്. ഏകദേശം 1 അവർ എടുക്കട്ടോ ഈ ബസ്. അപ്പോൾ നമ്മൾ നമ്മുടെ അവിടെ നിന്ന് ബസ് കയറി എന്നിട്ട് ഇതേ ഗോൾഡേഴ്സ് ഗ്രീനിൽ ചെന്നു. അവിടെ ചെന്നിട്ട് ഒരു 10-15 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യണമായിരുന്നു അടുത്ത ബസ് വരാനായിട്ട്, നാഷണൽ എക്സ്പ്രസിൻ്റെ ബസ് വരാനായിട്ട്. അങ്ങനെ നമ്മൾ ഗോൾഡേഴ്സ് ഗ്രീനിൽ ഇതേ വെയിറ്റ് ചെയ്തിരിക്കണം. നല്ല വെയിലൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മുടെ ബസ് വന്നു. ബസ് വന്നപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും സെപ്പറേറ്റ് സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സീറ്റ് ബുക്ക് ചെയ്യാനായിട്ട് നമുക്ക് എക്സ്ട്രാ പൈസ കൊടുക്കണം. അപ്പോൾ നമ്മൾ വിചാരിച്ചു വേണ്ട, സീറ്റ് ഉണ്ടാവുമായിരിക്കും, കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സീറ്റ് ബുക്ക് ചെയ്തില്ല. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല, തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമുക്ക് സീറ്റൊക്കെ കിട്ടി. എല്ലാവർക്കും അടുത്തടുത്തുള്ള സീറ്റൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുമ്പ് ഇവിടെ UK വന്ന ആദ്യത്തെ സമയത്ത് നമ്മൾ ലണ്ടനിലാണ് വന്നത് 2021. ആ സമയത്ത് കോവിഡായിട്ട് നമ്മൾ 10 ദിവസം നോട്ടൽ എന്ന് പറഞ്ഞ ഹോട്ടലിൽ ഐസൊലേഷനിലായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ന്യൂകാസലിലേക്ക് പോയത് ഈ വഴി കൂടെ ആയിരുന്നു. അപ്പോൾ ആ ഓർമ്മകളൊക്കെ എനിക്ക് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ബസ്സിൽ പോവുകയാണ്. ബസ്സിൽ പോകുമ്പോൾ ഒരുപാട് വെയർ ഹൗസുകളൊക്കെ കാണാനുണ്ട്. നമ്മുടെ ലിഡിലിൻ്റെ വെയർ ഹൗസ് കണ്ടു, പിന്നെ H&M, ആമസോൺ, അങ്ങനെ ഒരുപാട് വെയർ ഹൗസുകൾ കണ്ടു കേട്ടോ. അതുപോലെ തന്നെ അതിലേക്കൊക്കെ സാധനങ്ങൾ ലോഡ് ചെയ്യുന്ന ട്രക്കുകളും അങ്ങനെയൊക്കെയാണുള്ളത് കേട്ടോ. പിന്നെ കുറേ ഒഴിഞ്ഞ സ്ഥലങ്ങളാണ് അവിടെ നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്നത്. പിന്നെ ഷീപ്സിനെ കുറേ കണ്ടു കേട്ടോ. കുറേ സ്ഥലങ്ങളിൽ ഷീപ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബസ്സിലിങ്ങനെ പോവുകയാണ്. ലല്ലി ബേബിക്ക് എവിടെ പോകുമ്പോഴും ആൻറ്റോൻ്റെ അടുത്തിരിക്കാനാണ് കേട്ടോ ഇഷ്ടം. പിന്നെ എന്താണ് ആൾ കുറച്ച് സമയം എൻ്റെ അടുത്ത് വന്നിരുന്നു. കുറച്ച് നേരം തന്നെ ഇരുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും ആൾ തിരിച്ചു പോയി. നമ്മളിതേ ബിർമിംഗ്ഹാം സിറ്റി എത്താറായി. 2 മണിക്കൂറാട്ടോ ഇത് ഏകദേശം അങ്ങോട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ സിറ്റി എത്താറായപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി. നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ആദ്യം തന്നെ പള്ളിയിലേക്ക് പോകാനാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സിറ്റിയുടെ അവിടെ എത്തി. നമ്മൾ നാഷണൽ എക്സ്പ്രസിൻ്റെ കോച്ച് സ്റ്റേഷനിലാണ് കേട്ടോ എത്തിയത്. അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് ഊബർ വിളിച്ചിട്ട് പോകാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇതിന് 2 എക്സിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് എക്സിറ്റിലാണ് കാറ് വരിക എന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മൾ കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അവസാനം നമുക്ക് കാറ് കിട്ടി. ഒരു അടിപൊളി കാറായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്ന പോലത്തെ XL ആയിട്ടുള്ളൊരു കാറായിരുന്നു. അങ്ങനെ നമ്മൾ ആ കാറിൽ കയറിയിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ. നമ്മൾ 10:30 കേട്ടോ ഇവിടെ ബിർമിംഗ്ഹാമിൽ ബസ് ഇറങ്ങിയത്. 11 മണിക്കാണ് കുർബാന എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ 10:30 അവിടെ നിന്ന് ഊബറിൽ കയറി ഇവിടെ എത്തി. അപ്പോൾ കുർബാന തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുർബാന തുടങ്ങാനുള്ള സമയമായിരുന്നു. അങ്ങനെ നമ്മളവിടെ റെഡിയായി കുർബാന കണ്ടു. നല്ല അടിപൊളി കുർബാനയായിരുന്നു കേട്ടോ. മലയാളം കുർബാനയായിരുന്നു. അങ്ങനെ നമ്മൾ കുർബാനയൊക്കെ കഴിഞ്ഞ് അച്ഛനെ കാണാൻ വെയിറ്റ് ചെയ്യായിരുന്നു. അച്ഛനാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു. ഞായറാഴ്ചയാണല്ലോ. അപ്പോൾ പിന്നെ അച്ഛനെ ഒരുപാട് ആൾക്കാർ കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അച്ഛന് ഒരുപാട് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ അച്ഛൻ്റെ പള്ളിയാണ് കേട്ടോ ഇത്. ബിർമിംഗ്ഹാം പള്ളിയാണ്. നല്ല അടിപൊളി പള്ളിയാണ്. ഒരു പഴയ ഇംഗ്ലീഷ് മോഡൽ പള്ളിയാണ്. പക്ഷെ അവിടെ നമ്മുടെ ചാവറച്ചൻ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കണ്ട് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ പള്ളിയൊക്കെ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ അവിടെ. അതിനുശേഷം നമ്മൾ അച്ഛനെ കണ്ടു. അപ്പോൾ അച്ഛന് ഇനിയും മീറ്റിങ്ങുകളുള്ള കാരണം അച്ഛൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു കുറച്ച് നേരം വെയിറ്റ് ചെയ്യേ. അപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ അച്ഛൻ്റെ റൂമിലേക്ക് പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ ഞങ്ങളെ അച്ഛൻ്റെ റൂമിൽ കൊണ്ടാക്കിയിട്ട് അച്ഛൻ്റെ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് പോയിട്ടോ.
അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. അവിടെ അച്ഛൻ്റെ റൂമിലെത്തിയിട്ട് നമ്മളവിടെ അച്ഛൻ അവിടെ നിന്ന് പോയി. അപ്പോൾ നമ്മളവിടെ ഇരുന്നു. അത് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചൊരു ചായ ഉണ്ടാക്കി കുടിച്ചാലോ എന്ന്. അങ്ങനെ നമ്മൾ അച്ഛൻ്റെ കിച്ചണിൽ കയറിയിട്ട് ഒരു ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. അവിടെ അച്ഛൻ്റെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അതൊക്കെ കുറച്ചെടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് മീറ്റിംഗ് കഴിഞ്ഞിട്ട് വന്നു കേട്ടോ. ഇത് അച്ഛൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള ഗാർഡനാണ്. നല്ല അടിപൊളി ഗാർഡനായിരുന്നു. റോസ് ഫ്ലവേഴ്സും പിന്നെ ഒരുപാട് ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അച്ഛനും അച്ഛൻ്റെ വേറെ ഒരു ഫാമിലി ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അവരും കൂടിയിട്ട് നമ്മൾ മുഗൾ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ടോ. മുഗളല്ല, മുഗിലാന്ന് തോന്നുന്നു. മുഗിൽ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അപ്പോൾ നല്ല അടിപൊളി സൗത്ത് ഇന്ത്യൻ ഫുഡ് അല്ലെങ്കിൽ കേരള ഫുഡൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയത്. ഒരുപാട് ദൂരം ഡ്രൈവ് ചെയ്തിട്ടോ നമ്മൾ അവിടെ എത്തിയത്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ട് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അടിപൊളി ഫുഡായിരുന്നു. കുറേ കാലങ്ങൾക്ക് ശേഷമായിട്ട് ഒരു നല്ല ഫുഡ് കഴിക്കണേ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ബിരിയാണി, അതുപോലെ കൊത്തു പൊറോട്ട, പിന്നെന്താ ഉഴുന്നുവട, മസാല ദോശ ഞങ്ങൾ കഴിച്ചില്ല. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തു. അതൊക്കെ കഴിച്ചു. അതിനുശേഷം അച്ഛന് വേറൊരു പള്ളിയിൽ 4 മണിക്കോ 5 മണിക്കാണ്ട് അടുത്ത കുർബാനയുണ്ട്. അപ്പോൾ അച്ഛൻ അങ്ങോട്ട് പോകണമായിരുന്നു. അങ്ങനെ അച്ഛൻ അങ്ങോട്ട് പോയി. ഞങ്ങളാണെങ്കിൽ റൂമിലോട്ട് പോകണം. നമ്മളവിടെ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കവിടെ ഉച്ചയ്ക്കാണ് ചെക്ക് ഇൻ. പക്ഷേ ഓൾറെഡി ഉച്ച തിരിഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും ഹോട്ടലിലേക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. പോകുന്ന വഴിയിലുണ്ടല്ലോ അടിപൊളി ഷോപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലണ്ടനിലത്തെ കുറേ ഷോപ്സൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ ഉണ്ടല്ലോ കുറേ ഇന്ത്യൻ ഷോപ്സ് ഉണ്ടായിരുന്നു. ഇന്ത്യൻ അടിപൊളി ഡ്രസ്സുകളും അങ്ങനെയൊക്കെയുള്ള ഷോപ്സൊക്കെ കണ്ടു. പക്ഷെ നമ്മളവിടെ ഇറങ്ങിയില്ല. നമ്മൾ ഊബറിൽ വരുമ്പോഴാണ് കണ്ടത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഹോട്ടലിലെത്തി. ഈ ഹോട്ടലിലായിട്ട് നമ്മൾ സ്റ്റേ ചെയ്തത്. ഇതാണ് പ്രീമിയർ ഇൻ. അങ്ങനെ നമ്മൾ പ്രീമിയർ ഇന്നിലേക്ക് കയറുകയാണ് കേട്ടോ. ഇവിടെ ചെക്ക് ഇൻ ചെയ്യാനൊക്കെ എളുപ്പമായിരുന്നു കേട്ടോ. നമ്മൾ ജസ്റ്റ് കൗണ്ടറിൽ പോയിട്ട് നമ്മുടെ പേരും ഡീറ്റെയിൽസും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവർ നമുക്ക് റൂമിൻ്റെ കീ ഒക്കെ ഹാൻഡ് ഓവർ ചെയ്തു. നമ്മൾ ഓൺലൈനായിട്ടാണ് റൂം ബുക്ക് ചെയ്തിരുന്നത്. 1 നൈറ്റിലുള്ള സ്റ്റേ ആയിരുന്നു പ്രീമിയർ ഇന്നിൽ. അങ്ങനെ നമുക്ക് ഈ കാർഡ് തന്നപ്പോൾ അവർ പറഞ്ഞു ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ കാർഡ് ടാപ്പ് ചെയ്യണമെന്ന്. അതായത് നമ്മൾ ലിഫ്റ്റിനകത്ത് കയറിയിട്ട് നമ്മൾ ഏത് ഫ്ലോറിലേക്കാണോ പോകുന്നത് ആ ഫ്ലോർ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ കാർഡ് ടാപ്പ് ചെയ്യണം. അപ്പോഴേ ലിഫ്റ്റ് ഓപ്പറേറ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം പറഞ്ഞത്. ആണ് നമ്മൾ ലിഫ്റ്റിൽ കയറി. അപ്പോൾ നമ്മൾ ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ ഈ കാർഡ് കയ്യിൽ വെക്കണം, അല്ലെങ്കിൽ നമുക്ക് ലിഫ്റ്റിൽ പോരാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ നമ്മൾ റൂമിലെത്തി. റൂമിലാണെങ്കിലും ഈ കാർഡ് ടാപ്പ് ചെയ്താൽ മതി. കീ ആയിട്ട് ഇങ്ങനെ തുറക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാർഡ് ടാപ്പ് ചെയ്താൽ റൂം ഓപ്പൺ ആവും. അങ്ങനെ നമ്മൾ കാർഡ് ടാപ്പ് ചെയ്തിട്ട് റൂമിലേക്ക് കയറി. ഇതൊരു ചെറിയ റൂമായിരുന്നു. അതായത് ഒരു ചെറിയ ബെഡും പിന്നെ ഒരു ഡബിൾ കോട്ടും, അങ്ങനെ നമുക്ക് എല്ലാവർക്കും കിടക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു റൂമായിരുന്നു കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റേറ്റ് കുറവിൻ്റെ റൂമായിരുന്നു. അങ്ങനെ നമ്മൾ റൂമിൽ കയറി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കി. ഈ റൂമിൻ്റെ ഒരു ഹോം ടൂർ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഒന്ന് കാണണേ. റൂമിൽ കയറി നമ്മൾ ഫ്രഷൊക്കെ ആയി. അത് കഴിഞ്ഞ് നമ്മൾ വിചാരിച്ചു ജസ്റ്റ് ഇന്ന് ഒന്നാമത് സൺഡേ ആയതുകൊണ്ട് ഷോപ്സ് ഒന്നും ഈവനിങ്ങിൽ തുറക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മീൻസ് അതായത് നമുക്ക് ഇവിടെ അങ്ങനെ തന്നെയാട്ടോ, ലണ്ടനിലും അങ്ങനെ തന്നെയാണ്. 5 മണിക്ക് ആകുമ്പോഴേക്കും മിക്ക ഷോപ്സും അടയ്ക്കും. അങ്ങനെ നമ്മളവിടെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മൾ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ബിർമിംഗ്ഹാമിൽ പറ്റണ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാമെന്ന്. അപ്പോൾ അതേ കണ്ടു തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പിംഗ് മോൾ ഉണ്ട്. ആ ഷോപ്പിംഗ് മോളിൽ ഷോപ്സ് ഉണ്ട്, 11 മണി വരെ തുറക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ ആ ഷോപ്സിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഒരു മഴ കഴിഞ്ഞ സമയമാണ്. മഴ ഭാഗ്യത്തിന് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്നില്ല. ഈ ഒരു രൂപം കണ്ടോ? ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് താഴെ ഫുള്ളായിട്ടുള്ള ഒരു ഇഷ്ടിക പോലെയുള്ളത്, പിന്നെ അതിൽ നിന്ന് നമ്മൾ രൂപങ്ങൾ ഇങ്ങനെ കാർവ് ചെയ്ത് വരുന്നതാണ് കേട്ടോ മുകളിലേക്ക്. അങ്ങനെ നമ്മൾ പോയി. അപ്പോൾ ആ ഷോപ്പിംഗ് മോൾ അടുത്ത് തന്നെയാണെന്നാണ് കണ്ടത്. അപ്പോൾ നമ്മൾ ആ ഷോപ്പിംഗ് മോളിലേക്ക് പോവാണ് കേട്ടോ. ഇതൊരു ഷോപ്പിംഗ് മോളാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് മോളിൻ്റെ ഉള്ളിലേക്ക് കയറി. പക്ഷേ ഉള്ളിലേക്ക് കയറിയപ്പോഴോ മിക്ക ഷോപ്സ് അടഞ്ഞിരിക്കുകയാണ്. 1-2
ഫുഡിൻ്റെ ഷോപ്സ് മാത്രമേ തുറന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ഫുഡിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ആ ഷോപ്പിംഗ് മോളിൽ കയറി. ആ ഷോപ്പിംഗ് മോളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അടുത്ത ഷോപ്പിംഗ് മോളിലേക്ക് പോകാനായിട്ട് ഞാൻ ക്രോസ് ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോഴാണ് ആൻഡോ പറയണത്, നീ റോട്ടിലേക്ക് നോക്കി, ഇതിവിടെ ട്രാം സർവീസ് ഉണ്ടെന്ന് തോന്നണമെന്ന്. ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചതാണ് ട്രാം സർവീസ് കാണണമെന്ന്. പക്ഷേ ഇവിടെ ബിർമിംഗ്ഹാമിൽ ട്രാം ഉണ്ടെന്ന് എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു. അങ്ങനെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇത് ഞങ്ങളുടെ മുമ്പിൽ വന്നത്. അങ്ങനെ ഞങ്ങൾ ട്രാം ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടു. ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതേ റോഡിലൂടെ ട്രെയിൻ ഇങ്ങനെ പോണതിൻ്റെ പിന്നാലെ തന്നെ മറ്റു വാഹനങ്ങളും പോവും. അങ്ങനെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ട്രാം സർവീസ് കണ്ടത്. ട്രാമിൽ കയറാനുള്ള റേറ്റും ഭയങ്കര അഫോർഡബിളായിട്ട് തോന്നി. ഇവിടുത്തെ ലണ്ടനിലത്തെ മെട്രോൻ്റെ റേറ്റൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര അഫോർഡബിളായിട്ട് തോന്നി. പക്ഷെ നമുക്കിപ്പോൾ വേറെ എങ്ങോട്ടും പോകാനുള്ളത് കൊണ്ട് നമ്മൾ അപ്പോൾ കയറിയില്ല. പക്ഷേ ജസ്റ്റ് നമ്മുടെ ആഗ്രഹത്തിന് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്നൊക്കെ നോക്കിയിട്ട് ഓൺലൈനിൽ ഗൂഗിളിൽ നോക്കിയിട്ട് പിന്നെ വന്നിട്ട് നമുക്ക് കയറാമെന്ന് കരുതി. ഞങ്ങളവിടെ നിൽക്കുമ്പോൾ തന്നെ പിന്നെയും ഒരുപാട് ട്രാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടായിരുന്നു കേട്ടോ. 2 സൈഡിലേക്കും ട്രാം സർവീസ് ഉണ്ട്. അത് ഇത്ര മിനിറ്റ് കൂടുമ്പോഴാണ് വരിക എന്ന് അവിടെ എഴുതി കാണിക്കും കേട്ടോ. അപ്പോൾ നല്ല തിരക്കും ഉണ്ട് ട്രാമിൽ, ആൾക്കാരുണ്ട്. സൺഡേ ആയിട്ട് പോലും അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ട്രാമിൽ. അങ്ങനെ ഞങ്ങൾ ട്രാം സർവീസൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ വീണ്ടും മുൻപിലേക്ക് നടന്നുണ്ട്. അപ്പോൾ അത് അടുത്ത ഷോപ്പിംഗ് മോൾ കണ്ടു. അപ്പോൾ ഞങ്ങൾ ഈ ഷോപ്പിംഗ് മോളിൻ്റെ ഉള്ളിൽ കയറാമെന്ന് കരുതി. പക്ഷെ ഒറ്റ ഷോപ്പും തുറന്നിട്ടുണ്ടായിരുന്നില്ല, എല്ലാം അടച്ചിരിക്കുകയായിരുന്നു. സൺഡേ ആണ്, ഈവനിങ് ആണ്. ഇപ്പോൾ തന്നെ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ സമയം. പക്ഷേ ഇരുട്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ ഇതൊരു നല്ല ഭംഗിയുള്ള പഴയ മോഡൽ ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെ തോന്നിയിട്ടോ. നല്ല ഭംഗിയുള്ള രാജകീയ പ്രൗഢിയുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് ആയിരുന്നു. അതിൻ്റെ ഉള്ളിൽ നിറയെ ഷോപ്സാണ് കേട്ടോ. ഈ ഷോപ്സിനൊന്നും ഷട്ടറുകളില്ല, അതുകൊണ്ട് നമുക്ക് തന്നെ എല്ലാം കാണാം. അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്നൊക്കെ നന്നായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കേട്ട് പരിചയമുള്ള അല്ലെങ്കിൽ കണ്ടു പരിചയമുള്ള ഐറ്റംസ് ഒന്നുമല്ല അധികം ഉള്ളത്. മിക്കതും ഇങ്ങനെ ഗിഫ്റ്റ് ഐറ്റംസ്, അങ്ങനത്തെ സംഭവങ്ങൾ, പിന്നെ കുറേ വൈൻ ഷോപ്സ്, അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ ഇതിനകത്തുള്ളത്. വിസ്കിയുടെ ഷോപ്പ്, അങ്ങനത്തെയൊക്കെയാണ് ഈ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഉണ്ടായിരുന്നത്. ചില ഗിഫ്റ്റ് ഐറ്റംസൊക്കെ ഞാനിങ്ങനെ ജനലിലേക്കൂടെ ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. റേറ്റും കുറവാണ്. മീൻസ് ഇവിടുത്തെ ലണ്ടനിലത്തെ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയാണ് എപ്പോഴും. പക്ഷെ ഇവിടെ നോക്കിയപ്പോൾ നല്ല ഒത്തൻറ്റിക്കായിട്ട് തോന്നിയ പല ഐറ്റംസിനും ഇവിടുത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ റേറ്റ് കുറവാണ്. പക്ഷേ ഷോപ്സ് തുറന്നിട്ടില്ല. പിറ്റേ ദിവസം ഇവിടേക്ക് വരാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾ ശരിക്കും അങ്ങോട്ട് പോയില്ല, പിറ്റേ ദിവസം അങ്ങോട്ട് പോയില്ല. അങ്ങനെ നമുക്കത് മിസ്സായി, നമുക്ക് അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ മിസ്സായി. പക്ഷേ ജസ്റ്റ് ഇങ്ങനെ വിൻഡോ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റി, അതെന്തായാലും നന്നായിരുന്നു. അപ്പോഴേക്കും എന്താ അല്ലുവിനൊരു മാപ്പ് കിട്ടിയിട്ട്, അല്ലു മാപ്പിൻ്റെ ആളാണ്. ഡോറയിലുള്ള പോലത്തെ ഐറ്റംസ്, മാപ്പിൻ്റെ സംഭവം ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഇനി അവൻ്റെ കൺട്രോളിലായിരിക്കും നമ്മൾ എന്നാണ് അവൻ്റെ വിചാരം. അപ്പോൾ അവൻ പറഞ്ഞു നമ്മളിത് ഇവിടെയാണ്, നമുക്കിനി അങ്ങോട്ട് പോകാം, അവിടെ കത്തീഡ്രൽ ഉണ്ട്, അങ്ങനെ കുറേ ഐറ്റംസ് അവൻ കണ്ടുപിടിച്ചു കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മളത് അവിടെ ഒരു സെയിൻസ്ബറി കണ്ടു. അപ്പോൾ നമുക്ക് രാത്രി ഡിന്നറിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ കുറച്ച് അഫോർഡബിൾ റേറ്റിൽ കിട്ടുകയും ചെയ്യും. അങ്ങനെ നമ്മൾ സെയിൻസ്ബറിയിൽ കയറിയിട്ട് കുറച്ച് സാൻഡ്വിച്ചും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അല്ലുവിൻ്റെ മാപ്പ് കിട്ടുന്നുണ്ടായ ഏറ്റവും വലിയ ഉപകാരമാണ് കേട്ടോ ഈ കത്തീഡ്രൽ ചർച്ച്. അപ്പോൾ നമ്മളത് കത്തീഡ്രൽ ചർച്ച് മാപ്പിൽ കണ്ടു. അങ്ങനെ നമ്മൾ അവിടേക്ക് പോയി. പക്ഷേ ചർച്ച് ഓൾറെഡി ക്ലോസ്ഡ് ആയിരുന്നു. 5 മണി വരെ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഓൾറെഡി ഈവനിങ് അത് കഴിഞ്ഞിട്ടാണ് അവിടേക്ക് എത്തിയത്. അപ്പോൾ ചർച്ചിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റിയില്ല. അപ്പോൾ ഉണ്ട് അവിടെ ഒരു ജയൻറ്റ് വീൽ നിൽക്കുന്നു. ആ ജയൻറ്റ് വീലാണെങ്കിൽ പള്ളിയുടെ ജയൻറ്റ് വീൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. ചർച്ച് അല്ലെങ്കിൽ കത്തീഡ്രൽ ജയൻറ്റ് വീലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റും നമുക്ക്
എഫോർഡബിൾ ആയിട്ട് തോന്നി. മറ്റുള്ള ഇങ്ങനെ എക്സിബിഷനുകളിലൊക്കെയും ജയൻറ്റ് വീലും അല്ലെങ്കിൽ ലണ്ടൻ ഐ ഒക്കെ ഉള്ളതിനേക്കാളൊക്കെ എഫോർഡബിൾ ആയിട്ട് തോന്നി. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ടിക്കറ്റ് എടുത്തിട്ട് ജയൻറ്റ് വീലിൽ കയറുകയാണ് കേട്ടോ. ആക്ച്വൽ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയൻറ്റ് വീലിൽ ഞങ്ങൾ മാത്രമേ കയറിയിട്ടുള്ളൂ ആ സമയത്ത്. അങ്ങനെ നമുക്ക് വേണ്ടി മാത്രമായിട്ട് ഈ ജയൻറ്റ് വീൽ റൺ ചെയ്യാൻ പോവാണ്. ഒരു പ്രാവശ്യം നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 പ്രാവശ്യം ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് അവർ പറഞ്ഞത്. അങ്ങനെ നമ്മൾ അതിനകത്തേക്ക് കയറി. എനിക്കാണെങ്കിൽ പേടിയാണല്ലോ. അങ്ങനെ ഞാൻ ചെന്നു, ഞാൻ എൻ്റെ എല്ലാ ദൈവങ്ങളെയും വിളിക്കാൻ തുടങ്ങി. പക്ഷേ പിള്ളേർക്കൊന്നും പേടിയുണ്ടായിരുന്നില്ല കേട്ടോ, ആൻറ്റോനും പേടിയൊന്നുമില്ല. അപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ അതിനകത്ത് കയറി എൻജോയ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ജയൻറ്റ് വീലിൽ നിന്നൊക്കെ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചർച്ചിൻ്റെ ചുറ്റോറും നടന്നിട്ട് ഏതെങ്കിലും ഡോറ് തുറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. പക്ഷേ ഒറ്റ ഡോറ് പോലും തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഇത് നമ്മൾ അവിടെ പുറത്ത് നിന്നിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണേ. അങ്ങനെ നമ്മൾ ജയൻറ്റ് വീലൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് നമ്മുടെ ഹോട്ടലിലേക്ക് പോകണം. രാത്രിയായി. ഇനി പിറ്റേ ദിവസം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ച് പോകാൻ വേണമല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ ജോലിക്കും സ്കൂളിലേക്കൊക്കെ പോകണം. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഹോട്ടലിലേക്ക് തിരിച്ച് പോവാണ് കേട്ടോ. ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. പിന്നെ നമ്മൾ വാങ്ങിച്ച സാൻഡ്വിച്ചും കാര്യങ്ങളൊക്കെ കഴിച്ചു. 9 മണിയൊക്കെ ആയിട്ടോ. അപ്പോൾ ആദ്യമോളം ഉറങ്ങാൻ കിടന്നു. പക്ഷേ പുറത്തപ്പോഴും ഇരുട്ടായിട്ടില്ല. പക്ഷെ നമ്മുടെ കർട്ടൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് റൂമിൽ അത്യാവശ്യം ഇരുട്ട് കിട്ടും. അങ്ങനെ നമ്മൾ അന്ന് രാത്രി ഉറങ്ങി. ഗുഡ് നൈറ്റ്. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ. ആൻഡ് ഇത് അവിടെ വിൻഡോൻ്റെ സൈഡിൽ ഇരുന്നിട്ട് പുറത്തേക്ക് നോക്കി കാഴ്ച കണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ റെഡിയായി. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്ക് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ. അതായത് നമുക്ക് ഹോട്ടലിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അത് ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അതും അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. അതിന് ചെറിയ ഒരു പേയ്മെൻ്റ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ആ പേയ്മെൻറ്റ് ചെയ്ത്, കുട്ടികൾക്ക് ഫ്രീയുമാണ്. അപ്പോൾ ആ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് അവിടുത്തെ ഫുഡ് ഐറ്റംസ് കഴിക്കാം. പക്ഷേ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഒരു 10 മണിയൊക്കെ ആയി. 11 മണി വരെ ഉള്ളൂ. അന്നാണെങ്കിൽ ബാങ്ക് ഹോളിഡേ ആണ്. അപ്പോൾ ബാങ്ക് ഹോളിഡേ ആയ കാരണം കൊണ്ട് അത് 11 മണി വരെ ഉണ്ട്. അല്ലെങ്കിൽ 10:30 ആകുമ്പോൾ തീരുന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ 10 മണിയായി. അങ്ങനെ നമ്മൾ 10 മണിയൊക്കെ ആയിട്ട് ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അവിടുത്തെ ഹാളിലേക്ക് പോവാണ് കേട്ടോ. പിള്ളേരൊക്കെ സീറ്റൊക്കെ പിടിച്ചു. അപ്പോൾ ഇവിടെ ഒതൻറ്റിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്കവിടെ ബുൾസൈ ഉണ്ടായിരുന്നു, പിന്നെ ഹാഷ് ബ്രൗൺ, മഷ്റൂം, പിന്നെ ബേക്കഡ് ബീൻസ്, ഓംലെറ്റ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് എടുക്കാം. പക്ഷേ ചില ഐറ്റംസൊക്കെ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവരാണെങ്കിൽ അത് ലൈവ് കുക്കിംഗ് ചെയ്തിട്ട് വീണ്ടും ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് എടുത്ത് വന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ. Like a volcano, and this is so good. I'm gonna put it on my hand. No, I know what.
എഗ്ഗാണോ? അതുപോലെ തന്നെ നമുക്ക് അവിടെ ഇഷ്ടമുള്ള കോഫി ടൈപ്പൊക്കെ ഉണ്ട് കേട്ടോ. കോഫി ഏത് തരം കോഫി വേണമെങ്കിലും നമുക്ക് ഓർഡർ ചെയ്യാം. ലാറ്റോ, അമേരിക്കാനോ, കാപ്പുച്ചീനോ അങ്ങനത്തെ കോഫിയൊക്കെ നമുക്ക് ഓർഡർ ചെയ്യാം. പിന്നെ ജ്യൂസ് കൗണ്ടറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം തീർന്നു പോയി. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ചായ, കുറേ വെറൈറ്റി ഓഫ് ടീ ബാഗ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എക്സ്പ്രസ്സോ, ലാറ്റ, എനിക്ക് തോന്നുന്നു ഞാൻ ലാറ്റയാണെന്നാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ അതിലത്തെ ആ ഒരു കോഫിയൊക്കെ വന്നു, അതൊക്കെ നമ്മൾ കുടിച്ചു. പന്ത്രണ്ട് മണിയായപ്പോൾ നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യണമായിരുന്നു. അങ്ങനെ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യാനായിട്ട് കൗണ്ടറിൽ വന്നു. പക്ഷേ നമ്മുടെ ബാഗ്സൊക്കെ അവരവിടെ കീപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. 3 o'clock വരെയൊക്കെ അവർ കീപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിന് എക്സ്ട്രാ പൈസയൊന്നും കൊടുക്കേണ്ട. അപ്പോൾ നമ്മൾ ബാഗ്സൊക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ അവിടുത്തെ ഒരു ഷോപ്പിംഗ് മോളിലേക്ക് പോവാണ് കേട്ടോ. ഇത് നമ്മൾ തലേദിവസം കണ്ട ട്രാം സർവീസാണേ. അപ്പോൾ നമ്മൾ ആ ട്രാം സർവീസിൻ്റെ സ്റ്റേഷൻ്റെ അവിടെ പോയിട്ട് കുറച്ച് നേരം ഇരുന്നു കേട്ടോ. അപ്പോൾ പറ്റുകയാണെങ്കിൽ പോവാമെന്ന് കരുതി. പക്ഷെ നമുക്ക് വന്നപ്പോൾ ട്രെയിൻ വന്നപ്പോൾ ഭയങ്കര തിരക്ക്. അതിനകത്ത് കയറിയിട്ട് അത്ര പൈസ കൊടുക്കണ്ടേ. അപ്പോൾ ഇത് ഒരു ക്ലീനിങ് ചെയ്യുന്ന ആൾ വന്നിട്ട് അയാൾ ഞങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിർത്തി തന്നു ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് പറയാം, നോക്ക് ഇത് നോക്ക് എന്നിട്ട് അയാളിങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അയാൾ ഈ ട്രാക്കൊക്കെ ക്ലീൻ ചെയ്തിട്ട് പോവാണ്. അങ്ങനെ ആ ട്രാം സർവീസിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് നേരം നിന്നിട്ട് തിരിച്ചു പോയിട്ടോ. എൻ്റെ കൂടെ അമലയിൽ പഠിച്ചിട്ടുള്ളൊരു ഫ്രണ്ട് ഇവിടുത്തെ ഷോപ്പിംഗ് മോളിൽ വന്നിട്ട് കാണാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. ഞങ്ങളൊരു 13 വർഷത്തിന് ശേഷമാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ആ ഷോപ്പിംഗ് മോളിലേക്ക് നടക്കുകയാണ്. അങ്ങനെ ഞാനും പിള്ളേരൊക്കെ കൂടിയിട്ട് അങ്ങോട്ട് നടക്കുകയായിരുന്നു. ബുൾസ് റിംഗ് അങ്ങനെ എന്തോ ആണ് ആ ഷോപ്പിംഗ് മോളിൻ്റെ പേര്. ഒരു വലിയൊരു ഷോപ്പിംഗ് മോളാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഭയങ്കര തിരക്ക്. ഒന്നാമത് ബാങ്ക് ഹോളിഡേ. ഞാൻ വിചാരിച്ച് ബാങ്ക് ഹോളിഡേ ആയതുകൊണ്ട് ആൾക്കാർ കുറവായിരിക്കുന്നു. പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്സാവുമെന്ന് തോന്നും. അങ്ങനെ നമ്മൾ ആ ബുൾസ് റിങ്ങിൻ്റെ അവിടേക്ക് പോവാണ് കേട്ടോ. അവളിങ്ങോട്ട് വരാം. ഞാൻ ഇവിടെ നോക്കാം. ഞാൻ പിള്ളേരെ നോക്കാം, നിങ്ങൾ അവരെ നോക്കാം. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കണ്ടു. 13 വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ കണ്ടത്. അങ്ങനെ ഫ്രണ്ടിനൊക്കെ കണ്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോഴേക്കും പിള്ളേർ അവിടെ ഒരു ക്യാൻഡി ഉണ്ടാക്കുന്ന ഒരു മെഷീൻ കണ്ടു. അപ്പോൾ എല്ലാവർക്കും ക്യാൻഡി വേണം. അങ്ങനെ കോട്ടൺ ക്യാൻഡി ഉണ്ടല്ലോ, അതിൻ്റെ മെഷീനായിരുന്നു. ആ മെഷീനിൽ നമ്മൾ ഏത് കളറാണ് അല്ലെങ്കിൽ ഏതാണ് ഓപ്ഷൻ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു കോട്ടൺ ക്യാൻഡി ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ ആ കോട്ടൺ ക്യാൻഡിയൊക്കെ വാങ്ങിച്ചു നമ്മൾ. മറ്റേ ഇവരുടെ
ഇവരുടെ സ്കൂളിൽ ഇങ്ങനെ സമ്മർ ബാർബിക്യൂ അങ്ങനത്തെ പ്രോഗ്രാം ഉണ്ടാവില്ലേ? അപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവം കൊണ്ടിട്ട് അയാളിങ്ങനെ ചുറ്റി എത്ര നേരം ഒരാളുടെ ഉണ്ടാക്കാൻ. രൂപയുണ്ട്. ഇത് ഇത്ര സിമ്പിൾ ആയിട്ട് ഇതെങ്ങനെ നമുക്ക് എനിക്ക് തരിക? അതെ അതെ അതെ. അതിനെങ്ങനെ നമ്മൾ മേടിക്കും? അപ്പുറത്തോടെ മേടിക്കണ? അതെടുക്കല്ല കൈ അണയണ്ട. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ, അവിടെ ഒരുപാട് ഇങ്ങനെ സർക്കസൊക്കെ കാണിക്കുന്ന ആൾക്കാരെ കണ്ടു കേട്ടോ. പക്ഷേ ഏറ്റവും രസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫോർമൽ ഡ്രസ്സിങ് ഒക്കെ ആയിരുന്നു കേട്ടോ അവരുടെ ഈ സർക്കസ് ചെയ്യണ ആൾക്കാരുടെ. പക്ഷെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ജിംനാസ്റ്റിക്സും പിന്നെ ഈ മുകളിൽ റോപ്പ് വെച്ചിട്ട് കയറിയിട്ട് ഉള്ള സർക്കസും ഒക്കെ ആയിട്ട് ഭയങ്കര ക്രൗഡും ആയിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം അത് കണ്ടു നിന്നു കേട്ടോ. ഞങ്ങൾ അവിടുന്ന് ആ ബുൾ സ്പ്രിങ്ങിൽ നിന്നുള്ള ആ ഷോപ്പിംഗ് മോളിൽ നിന്ന് പിന്നെ തിരിച്ചു വന്നിട്ട് ഹോട്ടലിലേക്ക് വന്നു. ഹോട്ടലിൽ നിന്ന് നമുക്ക് സാധനങ്ങൾ ലഗേജൊക്കെ എടുക്കണമായിരുന്നല്ലോ. 5 മണിക്കാണ് നമ്മുടെ ബസ് തിരിച്ചു പോകുന്നത്. അപ്പോൾ പക്ഷേ അവിടെ ഒരു നാഷണൽ പാർക്കിൻ്റെ ഒരു ഗാർഡൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടേക്ക് ഫ്രീ എൻട്രി ആണ് ഈവനിങ്ങിൽ. പക്ഷേ എനിക്കാണെങ്കിൽ അവിടേക്ക് പോകാനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ പിള്ളേരെയും കൊണ്ടിട്ട് അങ്ങോട്ട് പോയി. അവിടെ പോയിട്ട് അവിടുത്തെ ആ നാഷണൽ സയൻസ് സെൻറ്ററിൻ്റെ ഗാർഡനിലൊക്കെ പോയി അവരൊക്കെ അവിടെ കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഹോട്ടലിലെ ലോബിയിൽ തന്നെ വെയിറ്റ് ചെയ്യാണ് ചെയ്തത്. 5 മണിക്കായിരുന്നു നമ്മുടെ ബസ്. എന്നിട്ട് ഞങ്ങൾ ബസ് സ്റ്റേഷനിലേക്ക് ഞങ്ങൾ നടക്കുകയാണ് ചെയ്തത്. ഊബർ വിളിച്ചിട്ടാണെങ്കിൽ ഒറ്റ ഊബറും വരുന്നില്ല. അങ്ങനെ നമ്മൾ നടന്നു. അത്യാവശ്യം നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ നടന്നിട്ട് നമ്മൾ അവിടെ കോച്ച് സ്റ്റേഷനിലെത്തി. 5 മണിക്ക് വരുന്നു പറഞ്ഞിട്ട് 4:55 അങ്ങോട്ടായിരുന്നു കേട്ടോ ബസ് ഉണ്ടായിരുന്നത്. പക്ഷേ 4:55 എന്ന് പറഞ്ഞിട്ട് 6 മണിക്കാണ് നമുക്ക് ബസ് വന്നത്. അതാണെങ്കിൽ ലണ്ടനില്ല, ന്യൂകാസിലോ സ്കോട്ട്ലൻഡോ അങ്ങനെ എവിടുന്നോ വരുന്ന ബസ്സായിരുന്നു. നമ്മളാണെങ്കിൽ ടിക്കറ്റ് എടുക്കുമ്പോഴ സമയത്ത് സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടായി. എല്ലാവർക്കും ഡിഫറെൻറ്റ് പ്ലേസിലായിരുന്നു സീറ്റ് കിട്ടിയത്. സോ ഞങ്ങൾ തിരിച്ച് രാത്രി വീട്ടിലേക്ക് എത്തുമ്പോൾ 10 മണിയൊക്കെ ആയിട്ടോ. 6 മണിക്കാണ് ഈ ബസ് എടുത്തത്, 5 മണിക്ക് എടുക്കുമെന്ന് പറഞ്ഞിട്ട്. എനിവേ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക കേട്ടോ.